നമ്മുടെ ജൂനിയർ ടീമിൽ എത്തുന്ന മുമ്പ് 6 മണിക്ക് മുമ്പ് അത് ഇവിടെ വന്നത്. അപ്പോൾ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞ് ചേട്ടൻ എവിടെ പോകണമെന്ന് ചോദിച്ചു. നമ്മൾ ബാത്റൂമിൽ പോകണം. കാരണം ഇവിടുത്തെ ബാത്റൂം അങ്ങ് അകലെയാണ്, ഒരുപാട് അകലെ പോകണം. അപ്പോൾ ഞാൻ പുള്ളി എടുത്താക്കി പറഞ്ഞു ബാത്റൂമിൽ പോയിട്ട് അപ്പം തന്നെ വന്നോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാത്തോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡക്ഷൻകാർ അവിടെ കൊണ്ട് ചായ വെച്ചു. ഞാനൊരു ചായ എനിക്കെടുത്ത് എൻ്റെ അനിയനും അപ്പം വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ എടുത്തപ്പോൾ അവിടെ അനിയനോട് തർക്കം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പോയപ്പോൾ ഇവനെ കടത്തി വിടുന്നില്ല. ഇവിടെ ചായ കുടിക്കാനും ബാത്റൂമിൽ പോകാൻ പറ്റില്ല, ചേട്ടൻ പോകും അല്ലെങ്കിൽ ഇപ്പോൾ പിടിച്ച് പുറത്താക്കുന്നു. അപ്പോൾ ഇവനെന്താ കാരണം? അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തർക്കമാണ്. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ബാത്റൂമിൽ പോകണമെന്ന് വന്ന് പറഞ്ഞില്ല. പിന്നെ ചായ പറഞ്ഞു കൊടുത്തു, അപ്പം കൊടുത്തു. പിന്നെ എന്താ പ്രശ്നം? ഇവിടെ ആൾ കളിക്കാൻ പറ്റില്ല, ഇത് ഇടിച്ച് പുറത്താക്കുന്നത്. നമ്മൾ അങ്ങനെ ഒച്ചെടുത്ത് പുറക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു? ജൂനിയർ ആർട്ടിസ്റ്റുകൾ നമ്മൾ ഈ സെറ്റിൽ വന്നിട്ട് പൃഥ്വിരാജ് അതായത് നമ്മുടെ നടൻ വന്നതുകൊണ്ട് ആർക്കും സമയത്ത് ഭക്ഷണമില്ല. പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് വെക്കുന്നുണ്ട്, ഈ സെക്യൂരിറ്റികൾ തരുന്നില്ല. ഒരു 3-ാം ദിവസം കട്ടൻ ചായ വെച്ചിട്ട് അവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ 4:30 മണിക്കാണ് ചായ തന്നിട്ട് കൊണ്ടേ കളഞ്ഞ് ഞങ്ങൾക്ക് തന്നില്ല. അപ്പൊ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അവസ്ഥയാണ്. പല അഭിമുഖങ്ങളിലും ആൾക്കാർ പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് കളിപ്പിന് വന്ന് അവർ കഷ്ടപ്പെടുന്നു. ഈ പറയുന്ന ആൾക്കാർ വെറും ജാട വർത്താനാണ്. അവർക്കറിയാം നമുക്ക് എത്ര കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ എത്ര രൂപ കൊടുക്കണ്ട്? 1200 രൂപ കൊടുക്കണമെന്നാണ് ഇവിടെ അറിഞ്ഞത്. ഈ 1200 നമുക്ക് തരുന്ന 600 രൂപ. അപ്പൊ അവര് പറഞ്ഞത് അത്ര പറ്റിയെങ്കിൽ വന്നാൽ മതി. ഇപ്പൊ പറഞ്ഞ മാനേജർ പറഞ്ഞു നമ്മൾ സാറ് എത്ര രൂപ ഇവിടെ കൊടുക്കണം. അവരത് തിരിക്കണം. അപ്പൊ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു യൂണിയൻ വെക്കണം. അത് സംഘടനയായാലും അമ്മ സംഘടന ഉണ്ണികൃഷ്ണൻ സാറ് ഒരിക്കലും പറഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു ഈ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ വർക്കിന് വേണ്ടി എനിക്ക് 600 രൂപ കിട്ടും. അപ്പം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ ഒരു കപട ഇത് കാണിക്കുന്നത്? പിന്നെ അതുപോലെ എന്നോട് വന്ന് ഹോസ്പിറ്റലിൽ എന്നെ തല്ലാൻ വന്നപ്പോൾ ഞാൻ കല്ലെടുത്തു. ശരിയാ, ഞാൻ തൊട്ടിട്ടില്ല. ഇവർ 4 പേര് കൂടി സെക്യൂരിറ്റികളും ഞങ്ങളെ 10 അടിച്ചു. എൻ്റെ അനിയനും തല്ലി, എന്നെ തല്ലി. എന്നിട്ട് ഇവർ ഹോസ്പിറ്റലിൽ അന്ന് പിന്നെ അവർ പുറത്താക്കും. ഇപ്പൊ പറഞ്ഞ മാപ്പ് ഞാൻ പിന്നെ എന്റെ 2 അണപ്പല്ലും ഇളകിയിട്ടുണ്ട്. അണപ്പല്ല ഇപ്പോഴും ചോരമ എളിങ്ങി വന്നിട്ടില്ല, തലകറക്കം വന്നിട്ട്. അപ്പൊ ഞാനെന്താ വെച്ചാൽ ചത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോ പോകുന്നില്ല. കാരണം വെച്ചില്ലേ ഈ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. ഇങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരും അപ്പം തന്നെ പിടിച്ച് സെറ്റിൽമെന്റ് ആക്കും. എന്നിട്ട് പിന്നെ അവനെ സെറ്റിലേക്ക് കൊണ്ടിരുന്നില്ല. അത് ഈ മേലധികാരികൾ പ്രൊഡ്യൂസറായാലും നടന്മാരായാലും അറിയില്ല. ഞാൻ ചോദിക്കണേ ഈ നടനായ നമ്മൾ സാറിന് പൃഥ്വിരാജ് സാറിനോട് എനിക്ക് ഭയങ്കര ബഹുമാനം. പക്ഷേ ഞാൻ പറയാം പൃഥ്വിരാജ് സാറിൻ്റെ ഏത് ലൊക്കേഷൻ വന്നാലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതായത് മര്യാദക്കുള്ള ഒരു ഭക്ഷണമോ വിശ്രമവും കിട്ടുന്നില്ല. ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കില്ല. ലേഡീസായിട്ട് തന്നെ അവരെ കളിയാക്കി വിടുന്നു. അപ്പൊ ഇന്നാള് പറഞ്ഞതെന്താന്ന് വെച്ചാൽ ഈ മിനിഞ്ഞാന്ന് പറഞ്ഞതാ സാറ് 20-ാം തീയതി ഇവിടെ വന്നു ഷൂട്ടിങ് വന്നപ്പോൾ ഈ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ സാറ് പറഞ്ഞിട്ടാണ് സെക്യൂരിറ്റി പറഞ്ഞത് ചായ ഞങ്ങൾക്ക് ചായ ഇല്ല, ഭക്ഷണം മര്യാദക്കില്ല. സാറല്ലോണ്ട് നമുക്ക് സമയത്ത് തരുന്നത്. ഇതെന്താ അവസ്ഥ? സാറുമാർക്ക് കാരവാനിൽ കൊണ്ട് സാധനം കൊടുക്കുന്നു, ലൈറ്റ് മാൻമാർക്ക് കറക്റ്റ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് ചായ കൊടുക്കുന്നു. അപ്പോൾ ചെറിയ ഷുഗറും കാര്യങ്ങളുള്ള അമ്മമാരുണ്ട്, അവരൊക്കെ കൊതിയോടെ ചായ പോ എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുക, പട്ടീനോടിക്കാല. ഇനിയെങ്കിലും മലയാള സിനിമ ഒന്ന് മനസ്സിലാക്കുക. 2-3 സെക്ഷനായിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഞാനിത് പറയും കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അവസ്ഥ അങ്ങനത്തേക്ക് കഴിയും. ഈ 6 മണിക്ക് ഞാനിവിടെ വന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വയസ്സിനെ വിളിച്ച് ചായ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോഴും എനിക്ക് കറങ്ങണം. ഈ നിമിഷം വരെ മണിക്കൂറുകളായി ഈ നിമിഷം വരെ ഒരാളും വന്നിട്ടില്ല. ഞാൻ മാനേജറാണ്, ഞാൻ പ്രൊഡ്യൂസറാന്നൊക്കെ ഓരോരുത്തർ വന്ന് പറഞ്ഞ് അതിന്റെ എന്തായാലും ചേട്ടൻ ഇവിടെ ഇരിക്കും. പ്രൊഡ്യൂസർ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാരും ഇവിടെ ചേട്ടന് പറയാൻ പറ്റുന്നില്ലല്ലേ, തലയ്ക്ക് വരുത്താം